77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യ തലസ്ഥാനം. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ എന്നിവരാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥികൾ. വിവരങ്ങളുമായി മായ ചേരുകയാണ്. മായ, ഗുഡ് മോർണിംഗ്. എന്തായാലും രാജ്യത്തിൻ്റെ അഭിമാന ദിവസം, രാജ്യത്തിലെ ഓരോ പൗരനും വളരെ അഭിമാനപൂർവ്വം കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമൊക്കെ നടക്കുന്ന ഒരു ആഘോഷമാണ് ഇന്ന്. പ്രധാനമായും രാജ്യ തലസ്ഥാനത്ത് എന്തൊക്കെ പരിപാടികളാണ്? നമുക്കറിയാവുന്നതുപോലെ ഈ പരേഡൊക്കെ തന്നെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. എന്തൊക്കെ പുതുമകളാണ്, വ്യത്യസ്തതകളാണ് ഇന്നുണ്ടാവുക? എപ്പോഴായിരിക്കും ഇത് ആരംഭിക്കുക? ഗുഡ് മോർണിംഗ് ലിജിൻ. നമ്മൾക്ക് ഏവർക്കും ഭാരതീയർക്കും ഒപ്പം തന്നെ ഓരോ പൗരനും അഭിമാനകരമായ നിമിഷങ്ങളാണ് ഇന്ന്. പ്രത്യേകിച്ച് ലിജിൻ വലിയൊരു ഇൻട്രോയൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കൂടി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടുകൂടിയാണ് ഈ ചടങ്ങുകളൊക്കെ തുടങ്ങുക. പിന്നീട് കർത്തവ്യബദ്ധൽ രാഷ്ട്രപതി പതാക ഉയർത്തും. പിന്നീട് 10:30 പ്രൗഢഗംഭീരമായ നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയും കരുത്തുമൊക്കെ വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റുമാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥികൾ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള, യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഒരു കരുത്തും ബന്ധവും ഒക്കെ ദൃഢപ്പെടുത്തുന്നതിൻ്റെ ഒരു സൂചനയും ഒരു തെളിവുമൊക്കെയാണ് ഇവർ മുഖ്യ അതിഥികളായി വരുന്നത്. നമുക്കറിയാം, എല്ലാ റിപ്പബ്ലിക് ദിന പരേഡിലും കര, വ്യോമ, നാവിക സേനാംഗങ്ങളുടെ ഗംഭീരമായ പ്രകടനങ്ങളൊക്കെയാണ് എപ്പോഴും ആകർഷകം. ഇത്തവണയും അതുപോലെ തന്നെയാണ്. നമ്മൾ 77 വർഷം കൊണ്ട് നമ്മൾ ആർജിച്ചെടുത്ത കരുത്ത്, സൈനിക ശേഷി, ഇതൊക്കെ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്ന രീതിയിൽ, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പബ്ലിക് ദിന പരേഡാണ് മണിക്കൂറുകൾക്ക് ശേഷം വരാൻ പോകുന്നത്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികം, ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയം, ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മളുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ യുദ്ധവിമാനങ്ങളായ റഫേൽ, സുഖോയ്, മിഗ് അവരുടെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഫോർമേഷൻ എന്നുള്ള രീതിയിൽ ഒരു പ്രകടനം കൂടി ഉണ്ടാകും. ഒപ്പം തന്നെ വ്യോമസേനയുടെ 29 വിമാനങ്ങളുടെ ഒരു പ്രകടനം കൂടി നമുക്ക് ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ കര, വ്യോമ, നാവിക സേനകളുടെ ഒരു പ്രകടനം, അതുതന്നെയാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ ഒരു പ്രകടനമൊക്കെയാണ് എപ്പോഴും നമുക്കൊരു ആകാംക്ഷയായിട്ട് ഉണ്ടാവുന്നത്. കരസേനയുടെ ഇത്തവണ പുതുതായി രൂപം കൊണ്ട ഭൈരവ് ബറ്റാലിയൻ ആദ്യമായി റിപ്പബ്ലിക് ദിന പരേഡ് നടത്താൻ എത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം കരസേനയുടെ തന്നെ മൃഗസംരക്ഷണ വിഭാഗം അവരും ആദ്യമായിട്ടാണ് ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൽ എത്തുന്നത്. അപ്പോൾ കർത്തവ്യപഥിലൂടെ നിരവധി മൃഗങ്ങൾ കൂടി മാർച്ച് പാസ്റ്റ് ചെയ്ത് പോകുന്നതും അതും ഒരു കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യോമസേനയുടെ 29 വിമാനങ്ങൾ ആകാശത്ത് ഒരു വിസ്മയം തീർക്കുന്ന ഒരു കാഴ്ച അതും കൂടി ഉണ്ടാകും. ഒപ്പം ഈ പരേഡിനൊപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങൾ കൂടിയുണ്ട്. കേരളത്തിൻ്റേതുൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒപ്പം മറ്റ് വകുപ്പുകളുടെയും ഒക്കെ ഒരു 30ഓളം നിശ്ചല ദൃശ്യങ്ങൾ കർത്തവ്യപഥിലൂടെ കടന്നു പോവുകയും ചെയ്യും. കഴിഞ്ഞ 2 വർഷമായി കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യം ഇല്ലായിരുന്നു. 2023 അവസാനമായി കേരളത്തിൻ്റെ ഒരു നിശ്ചല ദൃശ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്തവണ കേരളത്തിൻ്റേത് കൂടിയുണ്ട്. ഏകദേശം 30 നിശ്ചല ദൃശ്യങ്ങൾ കർത്തവ്യപഥിലൂടെ കടന്നു പോകും. എന്തായാലും നമ്മളുടെ കരുത്തും നമ്മളുടെ ഇത്രനാളും നമ്മൾ കൈവരിച്ച നമ്മളുടെ ആയുധശേഷിയും ഒക്കെ ലോകത്തോട് കാണിച്ചു തരുന്ന രീതിയിലുള്ള ഒരു പരേഡാണ് നടക്കാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു 10,000-ഓളം പേർ ഇത് വീക്ഷിക്കാനായി അവിടെ എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കർത്തവ്യപഥിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ രാജ്യ തലസ്ഥാനം കനത്ത സുരക്ഷാ വലയത്തിലാണ്. ഇന്നതാ പലയിടത്തും നുഴഞ്ഞുകയറ്റ ശ്രമമൊക്കെ നടക്കുകയാണ്. സൈന്യം അവരെ പൂർണ്ണമായിട്ടും കീഴടക്കി. സ്വാഭാവികമായും ഈ ദിവസങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ രാജ്യ തലസ്ഥാനത്ത് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടാകുമല്ലോ ഇപ്പോൾ തന്നെ? തീർച്ചയായും രാജ്യം കനത്ത സുരക്ഷയിലാണെന്ന് നേരത്തെ ലിജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടത്തായിട്ട് ഈ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളൊക്കെയുണ്ട്. ഈ ജമ്മു സാംബയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഒരു ഭീകരനെ സൈന്യം വധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിഷ്ത്വാരയിലും സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി 3 ഭീകരരെ പിടിച്ചതായിട്ടുള്ളൊരു വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ഇന്ത്യ പാക് അതിർത്തിയിൽ ഉൾപ്പെടെ കർശന സുരക്ഷയാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആയാൽ നമ്മൾ രാജ്യം ഇതുവരെ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനങ്ങളിലൊന്നും കാണാത്ത രീതിയിലുള്ള കനത്ത
സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്ത് ഉൾപ്പെടെ ഒരുക്കിയിരിക്കുന്നത്. ഡൽഹി പോലീസും ഒപ്പം കേന്ദ്ര സേനയും ഉൾപ്പെടെ 30,000-ഓളം സേനകളെയാണ് അംഗങ്ങളെയാണ് പലയിടത്തായി വിന്യസിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ചെങ്കോട്ട സ്ഫോടനമുണ്ട്, അതുപോലെ തന്നെ ഖലിസ്ഥാൻ ഭീകരവാദി പന്നുവിൻ്റെ ഒരു ഭീഷണി കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വളരെ അതീവ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആൾ കൂടുന്ന സ്ഥലത്തും തിരക്കുള്ള സ്ഥലങ്ങളിലുമൊക്കെ പ്രത്യേകം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്, സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രധാന സ്ഥലങ്ങളിലൊക്കെ 500-ഓളം ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് അതിനൂതനമായ സാങ്കേതിക വിദ്യയോടുകൂടിയിട്ടുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10,000-ഓളം പേർ വരുന്നുണ്ട്. ഇവരൊക്കെ ദേഹപരിശോധന ഉൾപ്പെടെ 6 സുരക്ഷാ പരിശോധനകൾ കടന്നു വേണം അവിടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കനത്ത വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഫേസ് ഡിറ്റക്ഷൻ സംവിധാനമുള്ള AI ഗ്ലാസുകൾ പോലീസുകാർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പഴുതടച്ച സുരക്ഷയാണ് രാജ്യതലസ്ഥാനം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സുരക്ഷയാണ് ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറകൾ, അത്യാധുനിക സൗകര്യങ്ങളുള്ള ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹി പോലീസിൻ്റെ SWAT ടീമും ഒപ്പം NSGയും ഒക്കെ ചേർന്നാണ് ഈ സുരക്ഷ ഡൽഹി തലസ്ഥാനത്ത് സുരക്ഷ നിയന്ത്രിക്കുന്നത്. ലിജി, ശരി, എന്തായാലും 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം. കനത്ത സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനം. അതിനിടയ്ക്കാണ് അങ്ങിങ്ങായി ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റ ശ്രമമൊക്കെ നടക്കുന്നത്. പക്ഷേ സൈന്യമുണ്ട്, അവർ എപ്പോഴും നമുക്ക് കാവലായി രാജ്യത്തിൻ്റെ നാനാവശങ്ങളിലുമുണ്ട്. മാത്രമല്ല ഇന്നത്തെ പ്രത്യേകത യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും അതോടൊപ്പം തന്നെ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ അടക്കമുള്ളവരാണ് ഇന്നത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥികൾ. എന്തായാലും മായയാണ് അവിടെയുള്ള വിവരങ്ങൾ നൽകിയത്.